ഇന്ന് ബ്രൊക്കോളിയും മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രൊക്കോളി കട്ട് ചെയ്തതിന് ശേഷം ഉപ്പുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സവാള അരിഞ്ഞതും കുറച്ച് പച്ചമുളക് അരിഞ്ഞും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5-8 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് നമുക്കൊന്ന് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് തുറന്ന് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം കൊണ്ട് നമുക്കിതുപോലെ അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 2 മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ ഇളക്കരുത്. കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബ്രൊക്കോളി മുട്ടത്തോരനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.